ശബരിമല തീർത്ഥാടനത്തിന് പരിസമാപ്തി ദിവസമായ ഇന്നും ഭക്തരാൽ സജീവമായി പമ്പ. ഇന്ന് വൈകിട്ട് 6 മണിവരെയാണ് തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുക. മിഥുൻ മുരളിയുടെ റിപ്പോർട്ട്. പുണ്യനദി പമ്പയ്ക്ക് ഇന്ന് പമ്പ ആരതി നടക്കുകയാണ്. കേരള സമൂഹത്തിന് പ്രത്യേകിച്ച് സവിശേഷമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ഗംഗ ആരതിക്ക് സമാനമായ രീതിയിൽ സമാനമായ മാന്ത്രികയോടുകൂടിയാണ് ദക്ഷിണ ഗംഗയായ പമ്പ നദിക്ക് പമ്പ ആരതി നദീബന്ധനവും പ്രത്യേക പൂജകളുമെല്ലാം ഇന്ന് നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ പമ്പാ തീരങ്ങളിൽ സവിശേഷമായിട്ടുള്ള ഈ ചടങ്ങ് നടക്കും. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനോടനുബന്ധിച്ച ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പമ്പ ആരതി ഈ സവിശേഷമായിട്ടുള്ള ചടങ്ങ് നടക്കുന്നത്. നദീപൂജയും ജലസംരക്ഷണവും നദീ സംരക്ഷണവും ഒക്കെയുള്ള സന്ദേശങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ളതാണ് ഈ ചടങ്ങ്. മന്ത്രോച്ചാരണത്തോടുകൂടി വൈദിക ശ്രേഷ്ഠരുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും എല്ലാം സാന്നിധ്യത്തിൽ ഈ നടക്കുന്ന ഈ ചടങ്ങ് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായിട്ടുള്ള ഒന്നായി മാറുകയാണ്. ഹിന്ദു മഹാമണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഹരിദാസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ചടങ്ങുകളാണ് ഈ നദീപൂജയുമായി ബന്ധപ്പെട്ടൊപ്പം പമ്പ ആരതിയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്? തയ്യാറെടുപ്പുകൾ എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്? 113 കേന്ദ്രങ്ങളിലാണ്. സവിശേഷമായിട്ട് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു നദീപൂജയും പമ്പ ആരതിയും ഒക്കെ. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൻ്റെ ഏകതാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 113 കേന്ദ്രങ്ങളിൽ പമ്പ ആരതി നടത്തുന്നത്. ശബരിമലയ്ക്ക് തൊട്ടടുത്ത് നിലയ്ക്കൽ കൊല്ലമൂഴി തൊട്ട് താഴെ പന്മന കടവ് വരെ 113 കേന്ദ്രങ്ങളിലാണ് ഈ ആരതി നടക്കുന്നത്. അതുകൂടാതെ അച്ചൻകോവിലാറിൻ്റെയും മണിമലയാറിൻ്റെയും തീരങ്ങളിലും ആരതി നടക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ കുളങ്ങളിൽ വരെ ഇന്ന് ആരതി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നദിയെ പൂജിച്ച് നദിയെ വന്ദിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ നദീവന്ദനം ദക്ഷിണ ഭാഗീരഥിയായ പമ്പയെ വന്ദിക്കുന്ന, അതിനെ പൂജിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 5:30 ശേഷം ഈ 113 കേന്ദ്രങ്ങളിലും മറ്റു കേന്ദ്രങ്ങളിലും അതിൻ്റെ പൂജാവിധി പ്രകാരം ഉള്ള പമ്പ ആരതി നടക്കുകയാണ്. 113ാമത് വർഷം ചെറുകോൽപ്പുഴ ഹിന്ദു മണ്ഡലം അതിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 113 കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ നദീബന്ധനം നടത്തുന്നത്. പമ്പയുടെ തീരത്താണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് നടക്കുന്നത്. ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ 9-ാം തീയതി വരെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഹിന്ദുമത പരിഷത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്ജി ഈ വർഷത്തെ കൺവെൻഷനിൽ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ക്രമീകരണങ്ങൾ ഇന്ന് ചെറുകോൽപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 1 ലക്ഷത്തോളം വൃക്ഷത്തൈകൾ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കൺവെൻഷൻ്റെ ഭാഗമായി നമ്മൾ നടുകയാണ്. അതേപോലെ തന്നെ ആദിവാസി മുതൽ യോഗക്ഷേമ സഭ വരെയുള്ള ഇവിടുത്തെ ഹിന്ദു നേതാക്കന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ, അതേപോലെയുള്ള മറ്റ് സാംസ്കാരിക നായകന്മാർ, ഇവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ സമ്മേളനമാണ് ഹിന്ദു ഏകതാ സമ്മേളനം. അത് ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് ചെറുകോൽപ്പുഴയിൽ നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ദ്രുതഗതിയിൽ അവിടെ നടന്നു വരികയാണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ സ്ഥാനീയ സമിതികളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ യോഗങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ വിവേകാനന്ദ ജയന്തിയായ 12-ാം തീയതി മുതൽ സുഭാഷ് ചന്ദ്രബോസ് ജയന്തിയായ 23 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ സമ്പർക്ക പരിപാടികളും അതേപോലെ തന്നെയുള്ള കുടുംബ യോഗങ്ങളും നടക്കുന്നത്. 23-ാം തീയതി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പത്തനംതിട്ട ജില്ലയിലെയും ചെങ്ങന്നൂർ താലൂക്കിലെയും ഉൾപ്പെടെ 68 കേന്ദ്രങ്ങളിൽ യോഗങ്ങൾ നടക്കും. അങ്ങനെ വിപുലമായ തയ്യാറെടുപ്പുകൾ ഈ പ്രാവശ്യത്തെ കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടിയും അതേപോലെ തന്നെ ഡോക്ടർ മോഹൻജി ഭഗവത് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായും നടന്നു വരികയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു മഹാസമ്മേളനത്തിന് പമ്പാ തീരം ഒരുങ്ങിക്കഴിഞ്ഞു. തയ്യാറെടുപ്പുകളെല്ലാം പുരോഗമിക്കുകയാണ്. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഈ തവണത്തെ ഹിന്ദു മഹാപരിഷത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഈ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഉള്ളതും. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം പമ്പാ തീരത്ത് നിന്നും മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.